അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തുമായി നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ചർച്ച നടത്തി. പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ കേന്ദ്രമാണെന്ന് രാജ്നാഥ് സിംഗ് അദ്ദേഹവുമായുള്ള ചർച്ചയിൽ പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് ചർച്ചയുടെ വിശദാംശങ്ങളുമായി അച്യുതൻ കൂടി പ്രൈം ടൈമിൽ ചേരുകയാണ്. അച്യുതൻ, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇന്ന് അസന്നിഗ്ധമായി നമ്മൾ പറഞ്ഞു, ഈ തീവ്രവാദികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ എന്ന്. കൂടുതൽ വിവരങ്ങൾ. പല രാജ്യങ്ങളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് ലഭിക്കുകയാണ്. അമേരിക്ക നേരത്തെ തന്നെ ഈ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി അമേരിക്ക സംസാരിക്കുകയുണ്ടായി. അക്കാര്യത്തിൽ പറഞ്ഞത് ഈ ആക്രമണത്തിന് പിന്നിലെ ഭീകരവാദികളെ കണ്ടെത്തി ശിക്ഷിക്കാൻ വേണ്ട നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ഒപ്പം തന്നെ ഇന്ത്യയോട് സംസാരിക്കാനും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തുമായാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ ഒരു സംഭാഷണം നടത്തിയത്. അതിൽ പറഞ്ഞത് പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ കേന്ദ്രമെന്ന് അറിയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമാണ് US എന്നത് വീണ്ടും അറിയിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിന്റെ വിവരങ്ങൾ പ്രതിരോധ മന്ത്രിയാണ് എക്സ്പോസ്റ്റിലൂടെ പങ്കുവച്ചത്. അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റു രാജ്യങ്ങളുടെ പിന്തുണ കൂടി ഇവിടെ ഇന്ത്യക്ക് ലഭിക്കുന്നു. മറുവശത്ത് ഇന്ത്യ ഇതിന് കൃത്യമായ മറുപടി നൽകുവാനുള്ള നീക്കങ്ങൾ അത് സജീവമായി തന്നെ നടത്തുകയാണ്. സൈനിക തലത്തിലാകട്ടെ മറ്റ് വിഷയങ്ങളിലാകട്ടെ എല്ലാ തരത്തിലും കൃത്യമായി ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നൊരു പരിപാടിയിൽ പങ്കെടുക്കവേ അദ്ദേഹം പറഞ്ഞതും ഭീകരവാദം അവസാനിപ്പിക്കുന്നതുവരെ ഈ പോരാട്ടം തുടരും, അതുവരെ ഒരു വിശ്രമവുമില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യത്തിൽ പറഞ്ഞത്. ഒരു തീവ്രവാദിയെ പോലും വെറുതെ വിടില്ല, ഈ ഒരു യുദ്ധത്തിൽ അവർ വിജയിച്ചു എന്ന് കരുതണ്ട എന്നുകൂടി ഒരു മുന്നറിയിപ്പായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകുന്നുണ്ട്. നേരത്തെ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയുള്ള പാകിസ്ഥാൻ പ്രകോപനത്തിൽ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ കൃത്യമായ മറുപടി ഈ വിഷയത്തിൽ നൽകിക്കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. താങ്ക് യു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.